അമേരിക്കയിൽ ഒരു പുതിയ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ്. ട്രംപ് അതിനെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ടെക്സസിലെ ഡാലസിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള ചന്ദ്ര നാഗമല എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തിയെ ഒരു ക്യൂബൻ പൗരൻ തലയറുത്ത് കൊലപ്പെടുത്തിയത്. തലയറുത്ത ശേഷം ഒരു ഫുട്ബോൾ ഉരുട്ടുന്നത് പോലെ കയ്യിൽ നിന്നും ഇയാളുടെ തല ഈ പ്രതി വലിച്ചെറിയുകയായിരുന്നു. ഇപ്പോഴിതാ എൻ്റെ രാജ്യം അനധികൃത കുടിയേറ്റക്കാരോട് മൃദു നിലപാട് സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് US പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ക്യൂബൻ പൗരൻ ഒരു ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തിയതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. സംഭവത്തോട് US പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. തന്റെ ഭരണകാലത്ത് അനധികൃത കുടിയേറ്റക്കാരോടോ കുറ്റവാളികളോടോ മൃദു സമീപനം ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ടെക്സസിലെ ഡാലസിൽ ആദരണീയനായ ചന്ദ്ര നാഗമല എന്ന വ്യക്തിയെ ക്യൂബയിൽ നിന്നുള്ള ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന്റെ ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇത്തരമൊരു സംഭവം അമേരിക്കയിൽ ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്തിൽ പോസ്റ്റ് ചെയ്തത്. ബൈഡന്റെ മുൻ സർക്കാരാണ് ഇതിന് കാരണക്കാരെന്നും ട്രംപ് പറയുന്നു. ക്യൂബൻ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനായിട്ടുള്ള യോർഡാനിസ് കോബോട്ട് മാർട്ടിസിനെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ, കാർ മോഷണം, വ്യാജ തടവ് എന്നിവയുൾപ്പെടെ ഭയാനകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ജോ ബൈഡന്റെ ഭരണകാലത്ത് അത്തരമൊരു ദുഷ്ടനെ ക്യൂബ സ്വന്തം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തതിനാൽ അദ്ദേഹം നമ്മുടെ മാതൃരാജ്യത്ത് തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് ട്രംപ് ഒരു കാര്യം കൂടെ പറയുന്നു: വിഷമിക്കേണ്ട, ഈ ആൾക്കാരുടെ എല്ലാം കാര്യം കഴിഞ്ഞു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ അനധികൃത കുടിയേറ്റ കുറ്റവാളികളോട് ഞാൻ മൃദുവായി പെരുമാറേണ്ട സമയം കഴിഞ്ഞു. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ, അറ്റോർണി ജനറൽ പാം ബോണ്ടി, അതിർത്തി സാർ ടോം ഹോമാൻ, എൻ്റെ ഭരണകൂടത്തിലെ മറ്റു പലരും അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കുന്നതിൽ അവിശ്വസനീയമായിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത ഈ കുറ്റവാളിയെ നിയമത്തിൻ്റെ പരമാവധി വലിയ പരിധിയിൽ തന്നെ വിചാരണ ചെയ്യും. അയാൾക്കെതിരെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റം ചുമത്തുമെന്നും ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.